Welcome to Vedhik IAS Academy. My name is Sadul Shankar. I am a faculty at Vedhik IAS Academy. ഇന്ന് നവംബർ 2 മുതൽ നവംബർ 8 വരെയുള്ള പ്രധാനപ്പെട്ട ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ I once again welcome you to Vedhik Weekly News Analysis. ആദ്യത്തെ ടോപ്പിക്, സോ ദ ഫസ്റ്റ് ടോപ്പിക് എല്ലാവർക്കും അറിയാം അല്ലേ, എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് മേക്സ് ഹിസ്റ്റോറിക് കംബാക്ക്, വിൻസ് സെക്കൻഡ് ടേം. സോ എന്തുകൊണ്ടാണ് ഹിസ്റ്റോറിക് എന്ന് പറയാൻ കാരണം നോൺ കൺസിക്യൂട്ടീവായിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. സോ ആദ്യത്തത് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു പ്രസിഡൻ്റ് ആയിരുന്നു. സോ യു ക്യാൻ ചെക്ക് ഔട്ട് ആരാണ് ആദ്യമായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട നോൺ കൺസിക്യൂട്ടീവായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട US പ്രസിഡൻറ്റ്. ഇനി എന്താണ് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡൻറ്റ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ. ഫോമർ US പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് won a second non-consecutive term, defeating Democratic nominee Kamala Harris to become 47th president at the age of 78, making him the oldest president at inauguration. So ഇതും ഒരു ഫസ്റ്റ് ആണ്. പ്രസിഡന്റ് ജോ ബൈഡൻ, aged 82, did not seek re-election due to age-related concerns within his party. ട്രംപ് 292 വോട്ട്സ്, ഡെലിഗേറ്റ്സിൻ്റെ വോട്ട് സെക്യൂർ ചെയ്തു. അതേസമയം ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് കമല ഹാരിസ് 224 ഡെലിഗേറ്റ്സിൻ്റെ വോട്ടാണ് കളക്ട് ചെയ്യാൻ സാധിച്ചത്. സോ നമുക്കറിയാം 270 ഡെലിഗേറ്റ്സിൻ്റെ വോട്ട് ആർക്കാണോ കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്, ഹീ ക്യാൻ സെക്യൂർ ദ പോസ്റ്റ് ഓഫ് പ്രസിഡൻഷ്യപ്പ്. നൗ പല ഫസ്റ്റ് ഈ പറയുന്ന ഇലക്ഷൻസിലുണ്ട്. Kamala Harris, aiming to become the first Indian American and black woman president, ran on a platform of unity, appealing to independents and moderate Republicans with a focus on protecting reproductive rights and highlighting Trump's authoritarian tendencies. So Kamala Harris in the election campaign, abortion rights, ബ്ലാക്സ് അല്ലേ, അവരുടെ റൈറ്റ്സും ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. നൗ ഇത് മാത്രമല്ല, റിപ്പബ്ലിക്കൻസ് ഗെയിൻഡ് എ 52 സീറ്റ് മെജോറിറ്റി ഇൻ സെനറ്റ്. സോ ഇന്ത്യൻ പാർലമെൻറ്റ് പോലെ US കോൺഗ്രസ് ഇതൊരു ബൈ ക്യാമറൽ ഹൗസാണ്, ഒരു അപ്പർ ഹൗസ്, രാജ്യസഭ പോലെ ഒരു അപ്പർ ഹൗസ് അവിടെയുണ്ട്. അതിൻ്റെ പേരാണ് US സെനറ്റ്. സോ ഈ സെനറ്റിൽ 100 അംഗങ്ങളാണുള്ളത്. അതിൽ 52 സീറ്റ് ഇതിൻ്റെ കൂടെ ഈ പ്രസിഡൻറ്റ് ഇലക്ഷൻസിൻ്റെ കൂടെ തന്നെ സെനറ്റിലേക്കും ഒരു നിശ്ചിത സീറ്റ് സെനറ്റിലേക്കും തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ 52 സീറ്റ് റിപ്പബ്ലിക്കൻസിന് നിലവിൽ നേടാൻ സാധിച്ചു. അതുപോലെ ഹൗസ് ഓഫ് റിപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലോക്സഭ, ലോവർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ ലോവർ ഹൗസ്, ലോക്സഭ, അവിടുത്തെ ലോവർ ഹൗസിനെയാണ് ഹൗസ് ഓഫ് റിപ്രസെൻറ്റേറ്റീവ്സ്. ഇവിടെയും റിപ്പബ്ലിക്കൻസിന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. വിച്ച് മീൻസ് ദാറ്റ് ഈ പറയുന്ന ലെജിസ്ലേഷൻസ് ഒക്കെ പാസ് ചെയ്തെടുക്കാൻ ഇറ്റ് വുഡ് ബി വെരി ഈസി ഫോർ ഡൊണാൾഡ് ട്രംപ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സ്റ്റേറ്റ് ഹാസ് നോ റൈറ്റ് ടു അക്വയർ എവറി പ്രൈവറ്റ് പ്രോപ്പർട്ടി, അസേർട്സ് സുപ്രീം കോർട്ട്. A 9-judge Constitution bench of Supreme Court in a majority judgment held on Tuesday that every resource owned by private players cannot be considered a material resource for the community to be used by the government to serve the common good. ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർട്ടിക്കിൾ 39B പറയുന്നത്, ownership and control of material resources of community are so distributed as best to subserve the common good. എന്ന് മാത്രമല്ല, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനോഗ്രേറ്റ് ചെയ്ത സമയത്ത്, ദാറ്റ് വാസ് ഓൺ 26 ജാനുവരി 1950,
പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന ഈ പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈ പലപ്പോഴും ഡെവലപ്മെൻ്റൽ നീഡ്സിന് വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൾട്ട്. കാര്യം ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് അല്ലേ. സോ ഇതിനെ തുടർന്ന് ഒരുപാട് സുപ്രീം കോർട്ട്സിലും മറ്റ് പല കോടതികളിലും പല വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് 1971 25th Amendment introduced Article 31C, allowing laws made to fulfill Article 39B and C to override certain fundamental rights, including right to property if they served socio-economic objectives. എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുക എന്നുള്ളതൊരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. എന്നിരുന്നാൽ കൂടി അല്ലേ, രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത് എക്വയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എക്വയർ ചെയ്യാൻ സാധിക്കും. അപ്പം ആ തരത്തിൽ ഒരു നിയമം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. പിന്നീട് 1973 സുപ്രീം കോർട്ട് ഇൻ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് കേശവാനന്ദ ഭാരതി upheld Article 31C but ruled that it remains subject to judicial review. സോ ഈ ഒരു കേശവാനന്ദ ഭാരതി കേസ് വളരെ പ്രധാനപ്പെട്ടൊരു കേസാണ്. 1977 Supreme Court in State of Karnataka versus Ranganatha Reddy upheld a Karnataka law nationalizing private bus transport services, and Justice V.R. Krishna Iyer in a separate afterward interpreted material resources of community under Article 39B to include all national wealth, both private and public, used to meet material needs. So Justice V.R. Krishna Iyer പറഞ്ഞു ഈ പറയുന്ന പ്രോപ്പർട്ടി അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവട്ടെ പബ്ലിക് പ്രോപ്പർട്ടി ആവട്ടെ, ഈഫ് അതൊരു കോമൺ ഗുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഒന്നും അത്ര ബാധക ആക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ഇൻ്റർപ്രിറ്റേഷൻ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി അല്ലേ ഓർഗനൈസ് ചെയ്യപ്പെടണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി 1978 ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 44th Amendment removed the right to property from fundamental rights, reclassifying it as a constitutional right under Article 300A, requiring any property acquisition by the government to be for a public purpose with adequate compensation. പിന്നീട് 44th Amendmentil 1978 44th Amendmentil ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് പാർട്ട് 3യിൽ നിന്നും ഇതിനെ എടുത്തു മാറ്റി ആർട്ടിക്കിൾ 300A ഭാഗമാക്കി. സോ ബേസിക്കലി ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് അല്ലേ, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്, എന്നാൽ അത് ഫണ്ടമെൻ്റൽ പാർട്ട് 3യിൽ ഉൾപ്പെടുന്നതാണോ? അല്ല. സോ ബേസിക്കലി ഇത് ഈ പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി ആ ഒരു റൈറ്റിൻ്റെ ഡൈല്യൂഷൻ സംഭവിച്ചു അല്ലേ. ഇതുവഴി എന്താ ഒരു ഗുണമുള്ളത്? ഒരു പ്രോപ്പർട്ടിയൊക്കെ എക്വയർ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇനി സുപ്രീം കോർട്ട് ഇൻ സഞ്ജീവ് കോക്ക് മാനുഫാക്ചറിംഗ് കമ്പനി വേഴ്സസ് ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് upheld നാഷണലൈസേഷൻ ഓഫ് കോക്ക് ഓവൻ പ്ലാന്റ് സൈറ്റിംഗ് ഇൻ്റർപ്രിറ്റേഷൻ ഇൻ ജസ്റ്റിസ് അയ്യേഴ്സ് മൈനോറിറ്റി ജഡ്ജ്മെൻറ്റ്. സോ ജസ്റ്റിസ് V.R. കൃഷ്ണ അയ്യരുടെ ഈ ഒരു ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ടല്ലോ, അതായത് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി അത് പബ്ലിക് ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ ഇത് നാഷണലൈസ് ചെയ്യാൻ സാധിക്കും, ഇത് എക്വയർ ചെയ്യാൻ സാധിക്കും അല്ലേ, കോമൺ ഗുഡിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് 1996 സുപ്രീം കോർട്ട് അഗെയിൻ ഇൻ മഫത്ലാൽ ഇൻഡസ്ട്രി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സൈറ്റഡ് ജസ്റ്റിസ് അയ്യേഴ്സ് ഇൻ്റർപ്രിറ്റേഷൻ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ആദ്യമായിട്ട് ഇനി ഈ ഒരു ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പുനർചിന്തനം അല്ലേ നടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1991 ശേഷം ഇന്ത്യ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ LPG റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഇക്കോണമി ഓപ്പൺ ചെയ്തു. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ ഈ പറയുന്ന റിഫോംസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻ്റർപ്രിറ്റേഷൻ നിലവിൽ നമുക്ക് അപ്ഹോൾഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ സംശയമാണ് അല്ലേ. സോ അതുകൊണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി, ക്യാൻ സ്റ്റേറ്റ് അക്വയർ ഓൾ പ്രോപ്പർട്ടി, ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ ഒരു ജഡ്ജ്മെൻറ്റ് വന്നത് മുതൽ ഹെൻസ് ഫോർത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. റൈറ്റ് ടു എല്ലാ പ്രോപ്പർട്ടിയും
അങ്ങനെ അക്വയർ ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു ഒരുപാട് റിപ്പർക്കഷൻസ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിധിയാണ് അല്ലേ. ശരി, ഇനി അടുത്ത ഒരു വാർത്ത, ഇതും വളരെയധികം നിങ്ങളെല്ലാവരും കേട്ടതും ശ്രദ്ധിച്ചതുമായിട്ടൊരു വാർത്തയാണ്. J&K അസംബ്ലി പാസസ് റെസൊല്യൂഷൻ ടു റീസ്റ്റോർ സ്പെഷ്യൽ സ്റ്റാറ്റസ്, ബിഗിൻ ഡയലോഗ് വിത്ത് സെൻറ്റർ. ഈ വാർത്ത പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം ഉണ്ട്, എന്നിരുന്നാൽ കൂടി അധികം ഡിസ്കഷൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. 2019 ഓഗസ്റ്റിൽ അല്ലേ, ഈ ജമ്മു ആൻഡ് കശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക അധികാരങ്ങൾ, സ്പെഷ്യൽ റൈറ്റ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ സേഫ് ഗാർഡ്സ്, ആർട്ടിക്കിൾ 370 വഴി ഉണ്ടായിരുന്ന പല സ്പെഷ്യൽ സേഫ് ഗാർഡ്സും എടുത്തു മാറ്റപ്പെട്ടു. ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടില്ല. യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടോ ഇല്ല, എന്നാൽ അതിൽ ചില അമെൻമെൻറ്റ്സ് കൊണ്ടുവന്ന് ഈ ആർട്ടിക്കിൾ 370 ബേസിക്കലി എന്ത് ചെയ്തു, ഡൈല്യൂട്ട് ചെയ്തു. ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് അറ്റ് പ്രസൻറ്റ് ജമ്മു ആൻഡ് കശ്മീർ ഡു നോട്ട് എൻജോയ് എനി സ്പെഷ്യൽ സേഫ് ഗാർഡ്സ്. ഇൻഫാക്ട് ജമ്മു ആൻഡ് കശ്മീരിനെ തന്നെ ബൈഫുർക്കേറ്റ് ചെയ്യുകയും പിന്നീട് ഇതിനെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുകയൊക്കെ ചെയ്തു. നിലവിൽ അതിന് ഒരു സംസ്ഥാന പദവി പോലുമില്ല. അപ്പോൾ ഇതൊക്കെ വീണ്ടും അല്ലേ, ഈ പറഞ്ഞ സ്പെഷ്യൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഒരു അമെൻമെൻ്റ് എല്ലാം റിവേർട്ട് ചെയ്യണം. ജമ്മു ആൻഡ് കശ്മീരിന് സംസ്ഥാന പദവി ലഭിക്കണം. അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കശ്മീരിനെ പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരുന്നത് വീണ്ടും പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് ജമ്മു ആൻഡ് കശ്മീർ അസംബ്ലി പാസസ് റെസൊല്യൂഷൻ ടു റീസ്റ്റോർ സ്പെഷ്യൽ സ്റ്റാറ്റസ് അല്ലേ. ഇതിനെ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, അവാമി ഇത്തിഹാദ് പാർട്ടി, ഒരുപാട് ജമ്മു ആൻഡ് കശ്മീർ പീപ്പിൾ കോൺഫറൻസ് പാർട്ടി, ഇവരെല്ലാവരും അംഗീകരിക്കുന്നു അല്ലേ. നാഷണൽ കോൺഫറൻസ്, അവിടുത്തെ ഭരണകക്ഷി ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുവാണ്, ഈ റെസൊല്യൂഷനെ. എന്നാൽ ഈ പറയുന്ന ഒപ്പോസിഷനിലുള്ള BJP ഈ പറയുന്ന ഈ ഒരു റെസൊല്യൂഷനെ ഒപ്പോസ് ചെയ്യുകയാണ്. ദേ ടേം ഇറ്റ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. സുപ്രീം കോർട്ട് അപ്ഹോൾഡ്സ് UP മദ്രസ ആക്ട്. State has regulatory powers. So Supreme Court on Tuesday partially upheld the constitutional validity of UP Madrasa Education Board while confirming that the state can regulate madrasa education to ensure standards of excellence. So ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇതിലെ വാർത്ത എന്ന് പറഞ്ഞാൽ UP മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ആക്ട് ഓഫ് 2004. ഈ UPയിൽ ഒരുപാട് മദ്രസകളുണ്ട്. ഈ മദ്രസകളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UP മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ആക്ട് 2004 പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനെ ചോദ്യം ചെയ്തു, ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? കാരണം മദ്രസ ബേസിക്കലി നമുക്കറിയാം അല്ലേ, ഈ ഇസ്ലാമിക് ടീച്ചിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. സോ അത് ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇതിന് ഒരുപാട് ഇൻഡിപെൻഡൻസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ മറ്റ് ആളുകൾ ഇതിൽ ഇടപെടരുത് എന്നുള്ള തരത്തിലൊക്കെയുള്ള ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ഈ പറയുന്ന മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ട്. മദ്രസ ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ ഇതിനെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ, സ്റ്റേറ്റിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നായിരുന്നു. സോ DY ചന്ദ്രചൂഡ് പറഞ്ഞു, ശരിയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. എന്നാൽ നോക്കാം. എ 3-judge bench headed by Chief Justice DY Chandrachud declared provisions of 2004, അതായത് UP Madrasa Education Board Act 2004 pertaining to higher education at the level of Kamil, ഈ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെയാണ്, സ്റ്റഡീസിനെയാണ്, ആൻഡ് ഫാസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് UGC ആക്ട് ഓഫ് 1956. സോ ഇത് തെറ്റാണ് എന്നാണ് പറയുന്നത്. കാരണം എന്നാൽ ഈ പറയുന്ന മദ്രസകളെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ? മദ്രസകളെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻ ഓർഡർ ടു എൻഷുർ ഇറ്റ്സ് എക്സലൻസി ടു ദി ഡിഗ്രി. എത്ര വരെ ചെയ്യാൻ സാധിക്കും? അതിൻ്റെ ഒരു ഡേ ടു ഡേ അഫയേഴ്സിനെ ബാധിക്കാത്ത രീതിയിൽ ഒക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ഇവിടെ പറയുന്നത് ഈ മദ്രസകളെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഈ നിയമം വഴി മദ്രസകളെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും.
അതിനർത്ഥം പൂർണ്ണമായിട്ടും റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ? പൂർണ്ണമായിട്ടും റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മദ്രസകൾക്ക് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30 വഴിയൊക്കെ ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതിൻ്റെ ഓട്ടോണോമസ് ആയിട്ടുള്ള പ്രവർത്തനത്തിനൊക്കെയുള്ള ഒരുപാട് അവകാശങ്ങളുണ്ട്. ഇതൊന്നും ഹനിക്കാൻ പാടില്ല. എന്നാൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള രീതിയിൽ ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്ന പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എൻട്രി 66 അതുപോലെ എൻട്രി 25 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഈ പറയുന്ന മദ്രസ എഡ്യൂക്കേഷൻ ബോർഡും മറ്റ് ഡിസ്കഷൻസൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ, അത് എൻട്രി 25 ആണ്, കൺകറൻറ്റ് ലിസ്റ്റ്. സോ ഇതുവഴിയാണ് പറയുന്നത് ഈ പറയുന്ന മദ്രസകൾ തീർച്ചയായിട്ടും മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഈ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം ഒക്കെ നടത്താൻ സാധിക്കും. എന്തിനാണ്? മദ്രസകളുടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, എന്ന് മാത്രമല്ല ആർട്ടിക്കിൾ 30 വഴി ഈ പറയുന്ന മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലഭിക്കുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, മറിച്ച് എന്താണ്? ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് ആണോ? അല്ല, ക്വാളിഫൈഡ് ആണ്. പറയാമെങ്കിൽ 23, 24 ഇത് രണ്ടുമാണ് ഒരു പരിധിവരെ നമുക്ക് അബ്സല്യൂട്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. സോ ഇതാണ് പ്രധാനപ്പെട്ട ഇവിടെ പറയുവാണ് UP Madras Education Board Act of 2004 allowed the board to prescribe the curriculum, qualification of teachers and standards of infrastructure did not directly interfere with the day-to-day administration of recognized madrasas. day-to-day affairs-നെ ബാധിക്കാത്ത തരത്തിലൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്ന മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ആക്ട് ഓഫ് 2004 ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുവഴി മദ്രസകളെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനൊക്കെയുള്ള അവകാശമുണ്ട്. GST receipts growth picks up still off the target. GST, Goods and Services Tax. സോ ഈ തവണത്തെ ഒക്ടോബർ മാസത്തിൽ 1.87 lakh crore rupees കളക്ട് ചെയ്തു. ഇത് ഏപ്രിൽ 2024 2.1 lakh crore ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ മാസം ഓരോ മാസവും GST കളക്ട് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഏപ്രിൽ 2024 2.1 lakh crore കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ GST കളക്ട് ചെയ്തിട്ടുള്ള മാസമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ 1.87 lakh crore. ഏതാണ്ട് 8.9% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇതൊക്കെ ഈ പറയുന്ന ബഡ്ജറ്റ് 2024-2025 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റിൽ ലെസ്. ഓക്കെ, ഇനി ഏതാണ്ട് 12ഓളം സംസ്ഥാനങ്ങൾ ഈ പറയുന്ന നാഷണൽ GST ഗ്രോത്ത് റേറ്റ് അത് 10.6 ആണ്, അതിനേക്കാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 സംസ്ഥാനങ്ങൾ ഇറ്റ് ഫെൽ ഷോർട്ട്. ഇനി കേരളം ആണ് ഏറ്റവും നന്നായിട്ട് ഈ ഒക്ടോബർ മാസത്തിൽ GST ഗ്രോത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട സംസ്ഥാനം 20%, ഗുജറാത്ത് 17%, മഹാരാഷ്ട്ര ആൻഡ് ബീഹാർ 14%. അതേസമയം അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, നാഗാലാൻഡ് ഇവിടെയൊക്കെ GSTയുടെ കളക്ഷൻസ് കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത്. പിന്നെ GST റവന്യൂ ആഫ്റ്റർ റീഫണ്ട് ഇത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് 3.9%. ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ റവന്യൂ ഇൻക്രീസ് ബൈ 10.6%. ഇമ്പോർട്ട് റവന്യൂ ഗ്രോത്ത് സ്ലോഡ് ടു 3.9% ആൻഡ് നെറ്റ് ഡൊമസ്റ്റിക് റെസീപ്റ്റ്സ് റോസ് ബൈ 8.7%. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ GST ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വാർത്തയാണ്. ഇനി അടുത്തത് റീജുവിനേറ്റിംഗ് ദ മില്ലറ്റ് മാർക്കറ്റ് ഇൻ റൂറൽ ഇന്ത്യ ബൈ ടാക്ലിംഗ് ചാലഞ്ചസ്. കഴിഞ്ഞ വർഷം ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതും മില്ലറ്റ് കൺസ്യൂം ചെയ്യുന്നതും. ഇനി മില്ലറ്റ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഈ പറയുന്ന ഡയബറ്റീസ്, അതല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ. സോ ഇങ്ങനത്തെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബർഡൻ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. സോ എന്തുകൊണ്ടാണ്? നമ്മുടെ ഡയറ്റ്. കാരണം നമ്മുടെ ഡയറ്റ് നമുക്കറിയാം വീറ്റ്, റൈസ് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത്. സോ മില്ലറ്റ്സ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലതാണ്. ഒരു കാലത്ത് മില്ലറ്റ്സ് കൺസ്യൂം ചെയ്തിരുന്നു, പക്ഷെ പിന്നീട് ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വീറ്റിനും റൈസിനും ഒക്കെ ഉള്ള പ്രൊമോഷൻ കൊടുക്കുന്നത് വഴി സ്വാഭാവികമായിട്ടും വീറ്റും റൈസും ഒക്കെ വളരെ അഫോർഡബിളായിട്ട് ലഭിച്ചു തുടങ്ങി. സോ ആളുകൾ ഒരു റൈസ് വീറ്റ് ബേസ്ഡ് ഡയറ്റ് സിസ്റ്റത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതുകൊണ്ടാണ്
ഇത്തരത്തിലുള്ള ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം. ഇനി മില്ലറ്റ്സ് അർബൻ ഇന്ത്യയിലും പ്രൊമോട്ട് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലതരത്തിൽ ഉള്ള ആക്ടിവിറ്റീസൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്, അല്ലെ? മില്ലറ്റ് ബേസ്ഡ് കുക്കീസ് ഒക്കെ നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, മില്ലറ്റ്സ് ബേസിക്കലി ലോ ഗ്ലൈക്കീമിക് ഇൻഡെക്സ് ആണ്. എന്ന് പറഞ്ഞാൽ മില്ലറ്റ് കൺസ്യൂം ചെയ്യുന്നത് ഈ പറഞ്ഞ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വലിയൊരു ആഡ്വേഴ്സ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുകയില്ല. ഈ ഗവൺമെൻറ് തന്നെ പല ഇനീഷ്യേറ്റീവ്സ്, അവരുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അല്ലെ, ഫെയർ പ്രൈസ് ഷോപ്പ് അല്ലെങ്കിൽ റേഷൻ ഷോപ്പ് വഴിയൊക്കെ മില്ലറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് മില്ലറ്റ്സ്, മാർക്കറ്റിൽ ലഭിക്കുന്ന മില്ലറ്റ്സ് എല്ലാം തന്നെ പോളിഷ്ഡ് ആണെന്നുള്ളത്, അല്ലേ? നമുക്കറിയാം ഈ പറയുന്ന ബ്രാൻ, ഈ അതിന് മുകളിലുള്ള തവിട്, അല്ലേ, അത് ബേസിക്കലി ഒരു ഫാറ്റ് കൂടുതലുള്ള ഒരു പോർഷനാണ്. സോ ഒബിയസ്ലി ഇത് റാൻസിഡ് ആകും. ഒരു എയറുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വളരെ അതിൻ്റെ ഷെൽഫ് ലൈഫ് എല്ലാം കുറയും. സോ സ്വാഭാവികമായിട്ടും ഈ മാനുഫാക്ചറേഴ്സ് മില്ലറ്റ്സ് ഇത് വളരെ ഹെൽത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റ് ചെയ്യുമെങ്കിലും ഇതിൻ്റെ പോളിഷ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ പല ബെനിഫിറ്റ്സും നഷ്ടപ്പെടുകയാണ്. സോ ഈ അൺപോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ്സ്, പക്ഷേ അൺപോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ്സ് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് എയറുമായിട്ട് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ ഈ മില്ലറ്റ്സിൻ്റെ ഷെൽഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ അൺപോളിഷ്ഡ് മില്ലറ്റ്സ് കഴിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കുകയുള്ളൂ. അപ്പം അതിനെക്കുറിച്ചും ഈ അടുത്ത് കുറച്ച് ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഒരു ആഴ്ചത്തെ നവംബർ 2 മുതൽ നവംബർ 8 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. മറ്റുള്ള കറണ്ട് അഫയേഴ്സും ഉണ്ട്, ബട്ട് ഒരു UPSC എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഒരു 30 മിനിറ്റ്സിനകത്തൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഈ പറയുന്ന ടോപ്പിക്സൊക്കെ തന്നെയാണ്. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ടു യു. സോ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു us. And I thank everyone for being an active listener, and I wish everyone a nice day ahead.